ഹായ് എവരോൺ, ഏവർക്കും ട്രാപ്റ്റഡ് മല്ലുവിന്റെ പുതിയ ലൈവ് ട്രാപ്പ് ട്രേഡിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തീയതി 18 നവംബർ 2024. അപ്പം നമ്മൾ കുറേ ദിവസത്തിന് ശേഷം ഇന്നൊരു ലൈവ് ട്രേഡ് വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്യുകയാണ്. ഞാൻ ഇന്നൊരു ഷോർട്ട് സൈഡിലോട്ടാണ് എൻട്രി എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പം മാർക്കറ്റ് ഇപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് ഡേയിൽ ഒരു ഫോൾ തന്നതിന് ശേഷം തന്നതിന് ശേഷം കണ്ടിന്യൂ സൈഡ് വൈസ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എവിടെ എങ്ങനെ ട്രേഡ് ചെയ്യാൻ പാടില്ല, എവിടെ എങ്ങനെ ട്രേഡ് ചെയ്യണം, ഇതിപ്പോൾ ക്ലിയർ ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇവിടെ എന്താണ് നടക്കുന്നത്? ഇവിടെ ഒരു വലിയൊരു മൂവ് വരാനായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് എന്നുള്ള രീതിയിൽ മാർക്കറ്റ് റേഞ്ച് ബൗണ്ട് പോവുകയാണ്. അപ്പൊ റേഞ്ച് ബൗണ്ട് പോകുമ്പോൾ നമ്മൾ ട്രെൻഡിനനുസരിച്ച് എൻട്രി എടുക്കാൻ ശ്രമിക്കുക. അപ്പം റേഞ്ച് ബോണ്ടിന്റെ ഫസ്റ്റ് ബ്രേക്ക് ഡൗൺ താഴത്തോട്ട് തരികയും ഈ ഏരിയയിൽ സെല്ലേഴ്സിനെ ഒന്ന് ട്രാപ്പ് ചെയ്തതിനു ശേഷം സ്ലോ ആൻഡ് സ്റ്റഡി മാർക്കറ്റ് സപ്പോർട്ട് എടുത്തു മുകളിലോട്ട് മൂവ് ആകുന്നുണ്ട്. മുകളിലോട്ട് മൂവ് ആകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഞാൻ തൊട്ടടുത്ത റെസിസ്റ്റൻസ്, അതായത് ഈ റേഞ്ചിന്റെ ബ്രേക്കിൽ, ഇപ്പൊ ഈ റേഞ്ചിനകത്ത് ഞാൻ ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഒട്ടുമിക്ക റീറ്റെയിലേഴ്സ് ഈ റേഞ്ചിനകത്ത് ട്രേഡ് ചെയ്ത് അപ്പ് ആൻഡ് ഡൗൺ അത് ഫുൾ പ്രീമിയം DK ആകാനാണ് ഈ ഏരിയയിൽ സാധ്യത കൂടുതൽ. അപ്പൊ എപ്പോൾ എങ്ങനെ ഇത് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് മുകളിലോട്ട് തരുമെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഒരു നല്ല രീതിയിൽ ഒരു സ്ലോ ആൻഡ് സ്റ്റഡി ബിൽഡപ്പ് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ടൊന്ന് പുഷ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ ബ്രേക്ക് ഔട്ടിന് ശേഷം മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നതനുസരിച്ചിരിക്കും നമ്മുടെ എൻട്രി നോക്കുക. ഈ ഒരു റേഞ്ചിന്റെ ഈ ഒരു ഈ ഒരു ബ്രേക്ക് ഔട്ട് ഒന്ന് പുഷ് ചെയ്യാൻ സാധ്യതയുണ്ട് മുകളിലോട്ട്. ഒന്ന് പുഷ് ചെയ്താൽ പ്രീമിയം നമ്മൾക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഏരിയയിലോട്ട് DK ആവും. അതായത് നല്ല രീതിയിൽ ഒന്ന് പുഷ് ചെയ്യുമ്പോൾ പ്രീമിയം പെട്ടെന്ന് DK ആവും. അതിനനുസരിച്ച് ഞാൻ ഇത് തൊട്ടടുത്ത റെസിസ്റ്റൻസ് ഇത് റെസിസ്റ്റൻസ് ഇതാണ്. ആ 50-600 50-600ന്റെ ഈ റെസിസ്റ്റൻസിൽ നിന്ന് മാർക്കറ്റ് താഴ്ത്തു വരാൻ സാധ്യതയുണ്ട്. അപ്പം ഈ റേഞ്ച് ബൗണ്ട് എത്രയാണ്? 50 നോക്കാം, ബിൽഡപ്പ് ചെയ്യണം. 50-511 50-200ന്റെ. അപ്പൊ ഇതിന്റെ ഒരു റേഞ്ച് ബൗണ്ടാണ്. അതൊക്കെ മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി ബിൽഡപ്പ് നടത്തുന്നുണ്ട്. മുകളിലോട്ട് മൂവ് ആകാനുള്ള ബിൽഡപ്പ് നടത്തുന്നുണ്ട്. ബിക്കോസ് ഇവിടെ നോക്കുക, സെല്ലേഴ്സിനെ ഒരു വട്ടം ഇൻവൈറ്റ് ചെയ്തു, അത് താഴത്തോട്ട് ബ്രേക്ക് ഡൗൺ തരുന്നു. ലാസ്റ്റിലെ ആ ലോയെ ഒന്നും ബ്രേക്ക് ചെയ്തു. ലാസ്റ്റ് ഡേയിലെ ഈ ഒരു സ്വിങ്ങിനെ ഒന്ന് ബ്രേക്ക് ചെയ്തു താഴത്തോട്ട് വരുന്ന പോലെ കാണിച്ചെങ്കിലും മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോവുകയാണ്. മുകളിലോട്ട് മൂവ് ആകുമ്പോൾ നമ്മൾ നോക്കേണ്ടത് സ്ലോ ആൻഡ് സ്റ്റഡി നോക്കുക. വോളിയം സെൽ സൈഡിലെ കൂടുന്നുണ്ട്, ബട്ട് ബൈ സൈഡിലെ വോളിയം നോക്കുക, നിങ്ങൾ തീർത്തും കുറഞ്ഞു വരുന്നുണ്ട്. മാർക്കറ്റ് മുകളിലോട്ട് സപ്പോർട്ട് എടുക്കുന്നത് പോലെ കാണിക്കുന്നുണ്ട്, ബട്ട് വോളിയം കുറഞ്ഞാണ് വരുന്നത്. കുറഞ്ഞാണ് വരുന്നത്. സോ ഈ ബ്രേക്ക് ഔട്ടിൽ, ഈ ഒരു ബ്രേക്ക് ഔട്ടിന് മുകളിൽ ബയേഴ്സ് ട്രാപ്പ് ആകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ബയേഴ്സിന് ഒരു മൊമെന്റം നമുക്ക് ഇതേപോലെ താഴത്തോട്ട് ഇങ്ങനെ കിട്ടാൻ വളരെയധികം സാധ്യതയുണ്ട്. അതിനനുസരിച്ച് ഇപ്പോൾ ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഓർഡർ ഇട്ടിട്ടുണ്ട്. ആ ഓർഡർ ഇതാണ് 51,000 PE. ഇപ്പോൾ വീക്ക്ലി എക്സ്പയറി അവസാനിച്ചതിന് ശേഷമുള്ള മന്ത്ലി എക്സ്പയറിയിൽ നമ്മൾ ആദ്യത്തെ വീഡിയോ ആണ്, ട്രേഡുമാണ്. അപ്പം എങ്ങനെയാണ് മന്ത്ലി എക്സ്പയറി ഓപ്ഷൻ ചെയിൻ ചെക്ക് ചെയ്യേണ്ടതെന്ന് ഒന്ന് കാണിച്ചാലും ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഓപ്ഷൻ ചെയിനത് ക്ലിക്ക് ചെയ്യുക. ഓപ്ഷൻ ചെയിൻ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആകുമ്പോഴേ നോക്കുക 27 നവംബർ ഇവിടെ നോക്കുക 27 നവംബറിനാണ് ഈ മാസത്തെ മന്ത്ലി എക്സ്പയറി. അപ്പം അടുത്തതിന് 24 ഡിസംബർ. അടുത്ത മാസത്തിലേക്ക് പ്രീമിയം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. പ്രീമിയം ഒക്കെ വളരെ വില കൂടുതലാണ്. നോക്കുക 1000-ന് മുകളിലാണ് നിൽക്കുന്നതൊക്കെ. നിങ്ങൾ മനസ്സിലാക്കുക, പ്രീമിയം ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഞാൻ ഇതിനകത്ത് 51,000 എടുത്തത് 51,000 നിയർലി ഇപ്പൊ 856 നിൽക്കുന്നു. ഞാനത് 51,000 കണ്ടു നോക്കി എത്ര സ്ട്രൈക്ക് ചെയ്യാം. ഇത് ഇന്ദമണിയിൽ 50-500 തൊട്ട് ഇന്ദമണി സ്റ്റാർട്ടാണ്. 1 2 3 4 5 6 600 പോയിന്റ് മേലെയുള്ള ഇന്ദമണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ഫേവറിൽ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മൂവ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത് 51,000 PE സെലക്ട് ചെയ്ത് ഓർഡർ ഇട്ടിട്ടുണ്ട്. എത്രയിലാണ്? 707 എൻട്രിയാണ് ഇട്ടേക്കുന്നത്. അതായത് മാർക്കറ്റ് ഒന്ന് പുഷ് ചെയ്യണ നിയർലി ഇവിടുന്ന് ഈ ഏരിയയിൽ നിന്ന് ഒരു 100-150 പോയിന്റ് നോക്കുക, 200 പോയിന്റോളം മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പുഷ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇവിടുന്ന് എൻട്രി കിട്ടും. എങ്കിലേ ഞാൻ എൻട്രി എടുക്കുന്നുള്ളൂ. ഞാൻ എന്തെങ്കിലും ഈ റേഞ്ചിനകത്ത് നിന്ന് മാർക്കറ്റിൽ എൻട്രി എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. മാർക്കറ്റ് ഒന്ന് പുഷ് ചെയ്യാൻ സാധ്യതയുണ്ട്. പുഷ് ചെയ്തതിന് ശേഷം താഴ്ത്തു വരും. ആ ഒരു ഇതിലാണ് ഞാൻ കാത്തിരിക്കുന്നത്. ബിക്കോസ് കഴിഞ്ഞ കണ്ടിന്യൂ കുറേ ദിവസങ്ങളായിട്ട് നല്ല സെല്ലിങ് തന്നെയാണ്. അപ്പൊ അവരെ ഒന്ന് റിമൂവ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് ഒന്ന് പുഷ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ എൻട്രി. മേ ബി ഇത് നല്ല രീതിയിൽ തന്നെ ബിൽഡപ്പ് ചെയ്ത് മുകളിലോട്ട് മൂവ് ആകാം. മുകളിലോട്ട് മൂവ് ആകാം. ബിക്കോസ്
അവർക്ക് എപ്പോഴും റീറ്റെയിലേഴ്സിന് ഒരുമിച്ച് മാർക്കറ്റ് കൊണ്ടുപോകത്തില്ല ഒരിക്കലും. ആ ഒരു സൈക്കോളജി നിങ്ങൾ മാത്രം മനസ്സിലാക്കിയ മാർക്കറ്റ് എവിടെ റീറ്റെയിലേഴ്സിനെ കൊണ്ടുപോകുമെന്ന് പറയുന്നു, അത് റീറ്റെയിലേഴ്സിന് എതിരെയുള്ള ട്രാപ്പായിരിക്കും. അതിനായിട്ട് മാർക്കറ്റ് ഒരു ബ്രേക്ക് ഔട്ട് തന്നു. ഓക്കെ, നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നു. നല്ലൊരു ക്യാൻഡിലോട് കൂടിയാണ് മൂവ് ആയിരിക്കുന്നത്. നല്ല വോളിയം സ്പൈക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ 707 എന്നുള്ള ഒരു എൻട്രീനെ ഞാൻ നിയർലി കട്ട് ചെയ്തു. ഈ ഏരിയയിൽ മാർക്കറ്റ് ഓർഡറിൽ എൻട്രി അടിക്കുകയാണ് ചെയ്തത്. ഓക്കെ, ഞാൻ മാർക്കറ്റ് ഓർഡറിൽ ഞാൻ എൻട്രി എടുത്തു. നമ്മുടെ പൊസിഷൻ ഓക്കെ നിയർലി ആവറേജ് ചെയ്തേക്കണത് 781 പൊസിഷൻ. ജസ്റ്റ് അപ്പൊ ആ എൻട്രിയുടെ ആ ഏരിയ തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് നല്ല രീതി അറ്റ്ലീസ്റ്റ് ഇത് ഈ ട്രെൻഡ് ലൈൻ ഒക്കെ ഒന്ന് ബ്രേക്ക് ചെയ്ത് മേ ബി മാർക്കറ്റിൽ നിന്ന് മുകളിലോട്ട് മൂവ് ആകാനാണെങ്കിൽ ഇത് ഇവിടുന്ന് റിവേഴ്സ് ആവും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇതിന് താഴെ വരികയാണ് ഞാൻ കോസ്റ്റ് ടു കോസ്റ്റ് ഇടും. ഓക്കെ, കോസ്റ്റ് ടു കോസ്റ്റ് മീൻസ് ഞാൻ എവിടെയാണോ എൻട്രി എടുത്തത് അതിൽ നിന്നും 2-3 പോയിന്റ് മുന്നിൽ ഇട്ടുകൊണ്ട് ഞാൻ എൻട്രി എടുക്കുന്നതായിരിക്കും. ഓക്കെ, ഇത് ഇവിടുന്ന് ഇത് ഒരു ബ്രേക്ക്ഔട്ട് ഫെയിൽ ആകാനുള്ള വളരെയധികം ചാൻസ് ഉണ്ട്, താഴ്ത്തു വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എത്രത്തോളം നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ക്യാച്ച് ചെയ്യും. ഈ ഒരു ഏരിയ എത്തുകയാണെങ്കിൽ ഞാൻ എൻ്റെ കോസ്റ്റ് ഇടുന്നതായിരിക്കും. നിയർലി നോക്കുക, ഒറ്റ ഒരു പുഷിൽ തന്നെ നമുക്ക് നിയർലി 2K ഒന്നും ആയില്ല, എന്നാലും 20 പോയിന്റിന്റെ പ്രീമിയം കിട്ടി. ഓക്കെ, 20 പോയിന്റ് പ്രീമിയം ഒന്നുമല്ല ഇതിനകത്ത്. ഓക്കെ, ജസ്റ്റ് ഇവിടെ നിന്ന് റിവേഴ്സ് ആയി കഴിഞ്ഞാൽ എൻ്റെ സ്റ്റോപ്പ് ലോസസ് ഇതിന് മുകളിലാണ് ഹിറ്റ് ആകാനും സാധ്യതയുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ നമ്മൾ ഈ ഒരു റിവേഴ്സൽ വരാൻ സാധ്യതയുണ്ട് അനുസരിച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് എൻട്രി എടുത്തത്. ആ റിവേഴ്സൽ ക്യാൻഡിൽ വരുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇവിടുന്ന് എൻട്രി എടുത്തു. ഓക്കെ, ഇത് അറ്റ്ലീസ്റ്റ് ഈ ഏരിയത്താണെങ്കിൽ ഞാൻ എൻ്റെ കോസ്റ്റിൽ എൻട്രി ഇടുന്നതായിരിക്കും. അതിനുശേഷം ട്രെയിൽ ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം എത്രത്തോളം പോകും അതിനനുസരിച്ച് അഗ്രസീവായിട്ട് ട്രെയിൽ ചെയ്യും. ഫസ്റ്റ് ടാർഗറ്റ് ഞാൻ ഈ ഏരിയയിലാണ് നോക്കുന്നത്. ഈ ഏരിയ ഒന്ന് പുഷ് ചെയ്യണം ഫസ്റ്റ് ടാർഗറ്റും. സെക്കൻഡ് ടാർഗറ്റ് ഈ ഏരിയയിലും. ഓക്കെ, തേർഡ് ടാർഗറ്റ് ഈ സപ്പോർട്ട് സോൺ ആണ്. ഓക്കെ, ഈ സപ്പോർട്ട് 50,000 സപ്പോർട്ട് സോൺ. ഓക്കെ, അപ്പൊ അതാണ് എൻ്റെ 3 ടാർഗറ്റ്. മേ ബി കണ്ടിന്യൂ തരികയാണെങ്കിൽ എത്രത്തോളം നല്ല സ്പീഡിൽ വരുന്നു അതിനനുസരിച്ചായിരിക്കും. സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടൈം വേസ്റ്റ് ചെയ്യാൻ പാടില്ല, പെട്ടെന്ന് തന്നെ വരണം. ഓക്കെ, പെട്ടെന്ന് തന്നെ വന്നെങ്കിലേ പറ്റുള്ളൂ. അല്ലാതെ ടൈം പാസ് ചെയ്ത് പതുക്കെ വരികയാണെങ്കിൽ നമുക്ക് സെല്ലിങ്ങിനകത്ത് അത്ര സ്ട്രെങ്ത് കിട്ടില്ല, പ്രീമിയം ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം എന്താണ് അവസ്ഥ. നിയർലി 70 പോയിന്റിന്റെ മൂവ് തന്നു കഴിഞ്ഞു. ഓക്കെ, അപ്പം 70 പോയിന്റിന്റെ മൂവ് തന്നു കഴിഞ്ഞു. നമുക്ക് പേഷ്യൻസോടുകൂടി ഇരിക്കാം. ഓക്കെ, 78 പോയിന്റിന്റെ പ്രീമിയം. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, നിയർലി ഇതിന് നേരെ നമ്മൾ 781 അപ്പം നേരെ എക്സിറ്റ് ഇട്ടേക്കാം. സ്റ്റോപ്പ് ലോസ് ഓർഡർ ട്രിഗർ ആവുക 784 പ്രൈസ് 782 അല്ലെ 783 കൊടുത്തേക്കാം. 783. ഓക്കെ, ഇനി ഇത് നമ്മളിനി ഓക്കെ നമ്മുടെ പൊസിഷനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്തു ആയിക്കോട്ടെ, മാർക്കറ്റ് നമ്മുടെ ഫേവറിൽ വരട്ടെ. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. വരാതിരിക്കാം, സപ്പോർട്ട് എടുക്കാം. മാർക്കറ്റാണ് എന്ത് സംഭവിക്കാം, നമ്മുടെ ഫേവറിൽ സെല്ലിംഗ് ആണെങ്കിൽ കണ്ടിന്യൂ ഇവിടെ ടൈം പാസ് ചെയ്യാണ്ട് ഈ ഏരിയ തന്നെ ഇങ്ങനെ വരണം. ഇല്ലാതെ ഇവിടെ പോയി തിരിച്ച് ഇനി ഇങ്ങനെ പോയി ഇവിടുന്ന് ഇങ്ങനെ വരും, ഇപ്പൊ വരും, നാളെ വരും, അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് വരത്തില്ല. ഓക്കെ, അങ്ങനെയുള്ളപ്പോൾ ഒരു ഹോപ്പിലിരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഒരു റീറ്റെയിലർ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം ഹോപ്പാണ്. ഒരിക്കലും ഹോപ്പിലിരിക്കാൻ പാടില്ല. നമ്മൾ എൻട്രി എടുത്തോ, നമ്മുടെ ഫേവറിൽ ഒരു 20-30 പോയിന്റെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പോഴേ ഓക്കെ, ഇപ്പൊ നിയർലി 35 പോയിന്റിന്റെ ഫേവറിൽ വന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് എന്റെ കോസ്റ്റ് ഇട്ടത്. ഇത് കണ്ടിന്യൂ താഴ്ത്തു വരണം, ഇല്ലാതെ ടൈം പാസ് ചെയ്ത് ഇപ്പൊ വരും, നാളെ വരും, അല്ല കുറച്ച് കഴിഞ്ഞ് വരാം, അല്ലെങ്കിൽ ഞാൻ കുറച്ച് മുകളിലോട്ട് പോകട്ടെ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് താഴ്ത്തു വരും, അങ്ങനെയൊന്നും ഒരിക്കലും ഹോപ്പിലിരിക്കാൻ പാടില്ല. അപ്പൊ ഞാൻ കുറെ ഹോപ്പിലേക്ക് ഇരുന്ന ആളാണ്. എത്ര എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് ഞാൻ പിന്നെ ഹോപ്പിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ എനിക്ക് നഷ്ടങ്ങൾ നിരവധി വന്നിട്ടുമുണ്ട്. ഓക്കെ, അപ്പം എന്തൊക്കെയായാലും ഇത് വരട്ടെ. വന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മുടെ പൊസിഷനെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പുഷ് താഴത്തോട്ട് വന്നിട്ടുണ്ട് നോക്കുക. അപ്പൊ ഇതിന് കണ്ടിന്യൂ ആണ്. ഇപ്പൊ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തതിന് ശേഷം എന്താണ് ചെയ്യണം എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഇപ്പൊ ഇത് ഈ ട്രെൻഡ് ലൈന് സപ്പോർട്ട് എടുക്കുന്ന പോലെ കാണിക്കണം. അതായത് ഈ ട്രെൻഡ് ലൈനിൽ നിന്ന് ഒരല്പം സപ്പോർട്ട് എടുക്കുന്ന പോലെ കാണിക്കുകയാണെങ്കിൽ കണ്ടിന്യൂ താഴ്ത്തു വരാം. ഓക്കെ, ഇല്ല ഉണ്ടെങ്കിൽ ഇത് നേരെ വന്ന് ഇതിനെ ബ്രേക്ക് ഇത്രയും പോയി കഴിഞ്ഞാൽ റിവേഴ്സിൽ ഇങ്ങനെ വരാം. അത് കഴിഞ്ഞിട്ടൊക്കെ ഏറ്റവും താഴ്ത്തു വരിക. അപ്പം പ്രീമിയം നമുക്ക് നല്ലൊരു സ്പൈക്ക് കിട്ടിയാൽ നമ്മൾ അവിടെ അങ്ങ് എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും. പൊസിഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് 848 നിയർലി 20 70 പോയിന്റിന്റെ പ്രീമിയം ആയിട്ടുണ്ട്. ഇനി 8K നോക്കുക. ഞാൻ പറയില്ല, ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും ഇത് താഴ്ത്തു പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ
വോളിയം റൈസിങ് ആവുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത് ഈ ക്യാൻഡിൽ നല്ല രീതിയിൽ വോളിയം റൈസിങ് ആണ്. ബിക്കോസ് ഈ സപ്പോർട്ടിൽ ബയ്യേഴ്സും വരും. ഓക്കെ, സപ്പോർട്ടിൽ ബയ്യേഴ്സും വരും, ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ലിങ്ങും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് മേ ബി ഒന്ന് സപ്പോർട്ട് എടുക്കുന്ന പോലെ കാണിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, സപ്പോർട്ട് എടുക്കുന്ന പോലെ കാണിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ കണ്ടിന്യൂ താഴ്ത്തു വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം ഇത് റേഞ്ച് ബ്രേക്ക് ഔട്ട് ട്രാപ്പ്, അത് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു മെയിൻ ട്രാപ്പുകളിലൊന്നാണ്. അതത് എത്രത്തോളം മാർക്കറ്റ് റേഞ്ചിൽ പോകുന്നു അത്രത്തോളം മാർക്കറ്റ് വലിയൊരു മൂവ് വരുത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയെടുക്കുക. മാർക്കറ്റ് ആദ്യം താഴത്തോട്ട് ബ്രേക്ക് ഡൗൺ തന്നു, പിന്നെ മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് തന്നു, പിന്നെയാണ് ട്രാപ്പ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരു ട്രെൻഡ് ലൈനൊക്കെ ഉണ്ടാകും. കണ്ടോ, ജസ്റ്റ് ആ ട്രെൻഡ് ലൈൻ കണ്ടോ, ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തേ ഉള്ളൂ. കണ്ടോ, പുഷ് ചെയ്യുക, മുകളിലോട്ട് പുഷ് ചെയ്യുക. അവിടെ ഓർഡേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, ഓർഡേഴ്സ് വരുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്തെങ്കിലും എത്തിയിട്ടില്ല. ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ ഈ ഏരിയയിലാണ്, ഫസ്റ്റ് ടാർഗറ്റ് ഈ ഏരിയയിലാണ് നോക്കിയിരിക്കുന്നത്. ഫസ്റ്റ് അതൊന്നും അച്ചീവ് ചെയ്യാമെന്ന് നോക്കട്ടെ. അപ്പോൾ ഇത് ട്രെൻഡ് ലൈൻ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ആ സപ്പോർട്ട് കണ്ട, ട്രെൻഡ് ലൈൻ ഒന്ന് സപ്പോർട്ട് എടുക്കുന്ന പോലെ കാണിച്ചു, ഒന്ന് ക്വിക്കായിട്ടൊന്ന് താഴ്ത്തു വരട്ടെ. വെയിറ്റ് ചെയ്യാം, നമുക്കത് പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യാം. നമുക്ക് നമ്മൾ എന്തെങ്കിലും പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കയ്യിൽ നിന്നൊന്നും പോകാനിട്ടില്ല. ഓക്കെ, നമുക്ക് നോക്കാം ഇനി എന്താ ക്ലിയർ മാർക്കറ്റ് എന്താണ് പറയുന്നതെന്നും ഇതിനുശേഷം എന്താണ് മാർക്കറ്റ് കാണിക്കുന്നതെന്നും നോക്കാം. ഓക്കെ, ഞാൻ ഇവിടുന്ന് പൊസിഷൻ എൻ്റെ എക്സിറ്റ് ചെയ്തിട്ടുണ്ടോ, ഞാനിവിടെ പ്രൊട്ടക്റ്റ് ചെയ്ത് പൊസിഷനെ ഈ ക്യാൻഡലിന് മുകളിൽ പ്രൊട്ടക്ട് ചെയ്തിരുന്നു. കണ്ടോ, ഞാൻ ഈ ഏരിയയിൽ നിന്ന് എക്സിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നിയർലി നമുക്ക് നോക്കാം. നിയർലി 6K. ഓക്കെ, 6K പ്രോഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ ഇനി വേറെ ട്രേഡ് ഒന്നും ചെയ്യുന്നില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെറിയ ചെറിയ പ്രോഫിറ്റാണ് പ്രോഫിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇനി ഒരു ട്രേഡും എടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, മാർക്കറ്റിലെ എങ്ങനെയാണ് ഈ റേഞ്ചൊക്കെ തന്നതിന് ശേഷം ബ്രേക്ക് ഔട്ട് തന്ന മാർക്കറ്റ് താഴ്ത്ത് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ താഴ്ത്ത് വന്നതിന് ശേഷം മാർക്കറ്റ് ഇതിനി കണ്ടിന്യൂ ചെയ്യുമോ? ഓക്കെ, ഞാൻ പറഞ്ഞില്ല, ഇതേപോലെ ഒരു ട്രെൻഡ് ലൈനൊക്കെ ബ്രേക്ക് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും മാർക്കറ്റിന്റെ ഭാവി, പിന്നെ മുകളിലോട്ട് പോകണോ താഴ്ത്തോട്ട് വരുന്നു എന്നൊക്കെ. ഇതേപോലെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കണ്ടിന്യൂവേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ അത് സ്ലോ ആൻഡ് സ്റ്റഡി ഏരിയ സൈഡ് വൈസ് പോകാനോ അല്ലെങ്കിൽ തിരിച്ച് മുകളിലോട്ട് പോകാനോ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനനുസരിച്ചിട്ടാണ് നമ്മൾ എൻട്രി. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ റേഞ്ച് ബ്രേക്ക് ഔട്ട് ട്രാപ്പാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ നമ്മൾ വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പല പല ട്രാപ്സിനെ കുറിച്ചും വോളിയം ട്രാപ്സിനെ കുറിച്ചും ഒക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പം എൻ്റെ മെമ്പർഷിപ്പ് പ്രോഗ്രാമിൽ ഞാൻ യൂട്യൂബിൽ മെമ്പർഷിപ്പ് 2 പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ വോളിയം ട്രാപ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ലിക്വിഡിറ്റി ട്രാപ്പ്, ഇൻസ്റ്റിറ്റ്യൂഷന്റെ സ്റ്റോപ്പ് ലോസ് ഫണ്ടിങ്ങിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോസ് പറയുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോസ് എല്ലാം കാണാവുന്നതാണ്. അതിൽ നിന്നും നിങ്ങൾക്ക് പല കാര്യങ്ങളും പഠിച്ചെടുക്കാവുന്നതാണ്. ഓക്കെ, ഇതേപോലുള്ള ഈ ബ്രേക്ക് ഔട്ടൊക്കെ ഞാൻ അതിനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എനിവേ നമുക്ക് നോക്കാം. ഇനി മാർക്കറ്റിൽ ഇതേപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ സെല്ലിങ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ബൈങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് എൻട്രി എടുത്തതിന് ശേഷം നമുക്ക് പ്രോഫിറ്റ് വന്നതിന് ശേഷം നമ്മൾ ഹോപ്പിലിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ കണ്ടിന്യൂ സെല്ലിംഗ് ഒക്കെ കണ്ടിന്യൂ സെല്ലിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യുക. ഓക്കെ, നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക, നമ്മുടെ പ്രോഫിറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുക. അപ്പോൾ എനിവേ ഇത്രയേ ഉള്ളൂ. മെമ്പർഷിപ്പ് പ്രോഗ്രാമിൽ ചേരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നേരെ നിങ്ങൾക്ക് പോവുക, യൂട്യൂബ് ഓപ്പൺ ചെയ്തതിന് ശേഷം, ഓക്കെ, യൂട്യൂബ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ പോവുക, ട്രാപ്പ് ട്രേഡർ മല്ലു. ഓക്കെ, ട്രാപ്പ് ട്രേഡർ മല്ലു എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, ട്രാപ്പ് ട്രേഡർ മല്ലു എന്ന് സെർച്ച് ചെയ്യുക. ഇതാണ് എൻ്റെ ഓക്കെ, ഇതാണ് ട്രാപ്പ് ട്രേഡർ മല്ലു. അപ്പൊ ഇതിനകത്ത് ഈ ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് 2 ബേസിക് ടു അഡ്വാൻസ് വോളിയം ട്രാപ്പ് മെമ്പർഷിപ്പും നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കാണാവുന്നതാണ്. ഓക്കെ, അപ്പൊ എനിവേ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ആർക്ക് എന്തെങ്കിലും സംശയമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കോൺടാക്ട് ചെയ്യാനാണ്. ടെലഗ്രാം ID ഞാൻ മെൻഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ എന്നിൽ നിന്ന് ഒരു കോളോ ടിപ്സോ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. അപ്പം ഞാൻ എൻ്റെ മെമ്പർഷിപ്പ് പ്രോഗ്രാം കണ്ടതിന് ശേഷം നിങ്ങൾക്ക് നാളെ തന്നെ പ്രോഫിറ്റബിൾ ആകാം എന്ന് വിചാരിച്ചാലും അതിനകത്ത് ജോയിൻ ചെയ്യേണ്ടതില്ല. ഇതെല്ലാം സ്ലോ ബിൽഡപ്പ് ആണ്. പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാം കാര്യങ്ങൾ ഇതിനകത്ത് നിന്നും മാർക്കറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എനിവേ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ഏവർക്കും നന്ദി, നമസ്കാരം.